അല്ലല്ല അല്ല ഇങ്ങനെ നിർത്തണ്ടേ ഞാനാണ് വണ്ടിക്കാരൻ നിർത്തണം. പക്ഷെ ആ വണ്ടിക്കാരന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടു. അപ്പം ഈ സ്റ്റുഡൻറ്റ് നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് ഫെയിലായതിൻ്റെ റീസൺ പറഞ്ഞിട്ട്. അത് ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ഫെയിലായ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് റീസൺ. അപ്പോൾ ഞാനിപ്പോൾ ആര് ഫെയിലായി വന്നു കഴിഞ്ഞാലും ഞാൻ ചോദിക്കും എന്തായിരുന്നു റീസൺ, ഫെയിലായതിൻ്റെ റീസൺ. അപ്പോൾ ഇവർക്ക് ആകെ ഒരു 100 മീറ്റർ ഓടിക്കാൻ കിട്ടിയിട്ടുള്ളൂ. ഈ 100 മീറ്ററിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. മിസ്റ്റേക്ക് എന്ന് പറയാൻ ശരിക്കും അവരുടെ മിസ്റ്റേക്ക് അല്ല, വേറൊരു വണ്ടിക്കാരൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഡെൽമോളുടെ പാർക്കിങ്, ഇപ്പോൾ അബുദാബിയിൽ ഉള്ള ആളുകൾക്ക് ഡെൽമോൾ എന്തായാലും അറിയായിരിക്കും. അപ്പോൾ ഡെൽമോളിൻ്റെ ഒരു മാളാണ്. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിൽ ഒരു വണ്ടി മെയിൻ റോഡിൽ കയറി. അപ്പോൾ ഇവർ മെയിൻ റോഡിൽ ടെസ്റ്റ് നടക്കുന്നത് മെയിൻ റോഡിലായിരുന്നു. അപ്പോൾ മെയിൻ റോഡിൽ കയറുന്ന സമയത്ത് ആരാ നിർത്തേണ്ടത്? മെയിൻ റോഡിൽ കയറുന്ന വണ്ടിക്കാരൻ നിർത്തണം. പക്ഷെ ആ വണ്ടിക്കാരന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടു. നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന പോലെയായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് റെഡ് അടുത്ത് ഫിനിഷ് ആയി ഏകദേശം ഒരു 100 മീറ്റർ. നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഒരു വണ്ടി കയറുന്നു. ഇവനത് കാണുന്നു. ഇവൻ കണ്ടോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും റിയാക്ട് ചെയ്തില്ല എന്നാണ് അതിൽ എഴുതിയത്. അപ്പോൾ ശരിക്ക് ഈ റെഡ് വണ്ടി കയറാൻ നിൽക്കുന്ന റെഡ് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം, അതാണ് റൂള്. ഇപ്പോൾ ടെസ്റ്റ് വണ്ടി, ഇപ്പോൾ നിങ്ങൾക്കാണ് ഈ വെള്ള വണ്ടിയാണ് ടെസ്റ്റ് വണ്ടി. അപ്പോൾ ബാക്കിലൊരു ബസ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മെയിൻ റോഡിൽ പോകുന്ന സമയത്ത് നോർമലി ആ ചുവപ്പ് വണ്ടി അവിടെ നിർത്തണം. പക്ഷേ അവർ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടു. എന്തായാലും അവിടെയാണ് ഇഷ്യൂ വന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ കേട്ടോ. ഈ വീഡിയോയിൽ നിസാം പെട്രോൾ വരുന്നു. അപ്പോൾ മറ്റേ ആൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല, വണ്ടി മാറിയൊന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ ആരാണ് തെറ്റുകാരൻ? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആ നിസാം പെട്രോളിനാണ് കുറ്റം പറയാം അല്ലേ? അവരെന്നാണ് തെറ്റുകാരൻ. കാരണം അവർക്ക് സ്റ്റോപ്പ് സൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ റോഡ് കയറുന്ന സമയത്ത് വണ്ടി ഫുള്ളായിട്ട് നിർത്തി സേഫ് ആണെങ്കിൽ കയറാൻ പാടുള്ളൂ, അതാണ് നിയമം. പക്ഷെ അവർ നിർത്തിയിട്ടില്ല. പക്ഷേ ഞാനിപ്പം ഇവിടെ കുറ്റം പറയുന്ന സമയത്ത് ഞാൻ കുറ്റം പറയുന്നത് ആ നിസാം പെട്രോളിനെ. പിന്നെ ഞാൻ ഈ പിക്കപ്പുകാരൻ ഞാൻ കുറ്റം പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രാഫിക് മിസ്റ്റേക്ക് ആ നിസാം പെട്രോളിൻ്റെതാണ്. പക്ഷേ ഇവന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അപ്പോൾ അവനൊരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ആ സൈൻ ബോർഡ് അവൻ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് അവന് കറക്റ്റ് അറിയില്ല. ഓക്കെ, ഇനി ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ നിസാം പെട്രോളുകാരനെയും കുറ്റം പറയും, അതേപോലെ ഈ പിക്കപ്പ് ഡ്രൈവറെ ഞാൻ കുറ്റം പറയും. ഈ പിക്കപ്പ് ഡ്രൈവറെ കുറ്റം പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കാണുമ്പോൾ മനസ്സിലാവും. ഈ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷനാണത്, ഒരു അനുഭവമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണി. അല്ലല്ല അല്ല ഇങ്ങനെ നിർത്തണ്ടേ ഞാനാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ? ഇതും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ വണ്ടി ഓടിച്ച ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ നിർത്താനുള്ള ഒരു ഭാവമില്ലാന്ന്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ തുരുതുരാ ഹോൺ അടിച്ചു. അപ്പോൾ അവൻ നോട്ടീസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സൈൻ ബോർഡ് കാണാം. ഇപ്പോൾ പെഡസ്ട്രിയൻസിൻ്റെ സൈൻ ബോർഡ് ഉണ്ട്. പിന്നെ ഒരു സൈഡ് റോഡ് ഇങ്ങോട്ട് മേജ് ആവുന്നുണ്ട്. അപ്പോൾ അതാണിപ്പോൾ ഈ വാർണിംഗ് സൈൻ. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയില്ല, അവിടെ ചിലപ്പോൾ വണ്ടിക്കാർ കയറാൻ നിൽക്കും. അപ്പോൾ ഞാൻ ഒന്ന് അലേർട്ട് ആവണം. പ്രയോറിറ്റി എനിക്കാണെങ്കിൽ പോലും ഒന്ന് അലേർട്ട് ആവണമെന്ന്. ഇതിപ്പോൾ എനിക്കൊരു സ്റ്റോപ്പ് സൈൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് മേലുള്ള വണ്ടിക്ക് വഴി കൊടുക്കണം, എന്നിട്ടേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടുന്ന് വരുന്ന വണ്ടിക്ക് എന്തുണ്ട്, ഒരു വാർണിംഗ് സൈൻ ബോർഡ് ഉണ്ട്. അതിപ്പം
എനിക്കിപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ ട്രാഫിക് മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ കഴിവില്ലാത്ത ആളുകളുമുണ്ട്. ഇനിയിപ്പോൾ അതല്ല, എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ വേറെ എന്തോ ആയിരിക്കും ചിന്തകൾ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ നോക്കുക, ചിലപ്പോൾ അവിടെ കയറും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് അവർക്കുള്ള ആ സൈൻ ബോർഡ് കാണിക്കുന്നത്. സേഫാണ്, സ്പീഡ് കൂട്ടിയെടുക്കുക. ഓക്കെ,